മറ്റാരും തുണയില്ലാത്ത രണ്ടു ചെറിയ മക്കളെ ക്യാൻസർ രോഗിയായ അമ്മയെ ഏൽപ്പിച്ച് രഞ്ജിത വിമാനം കയറി വിദേശത്തേക്ക് പറന്നത് എങ്ങനെയെങ്കിലും ഒരു വീട് പണിതെടുക്കണമെന്ന മോഹത്തിന്റെ പുറത്തായിരുന്നു. ഇടിഞ്ഞു പൊളിയാറായ വീട്ടിൽ നിന്നും തന്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കണം. അങ്ങനെയാണ് കോന്നിയിലെ വീട് വിൽക്കുകയും തിരുവല്ലക്കടുത്ത് പുല്ലാട്ട് അച്ഛനെ അടക്കിയ മണ്ണിൽ സ്വന്തമായി ഒരു വീടുപണി ആരംഭിച്ചതും. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വീടുപണി തുടങ്ങിയത്. മഴയും പേമാരിയും ആരംഭിക്കും മുന്നേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിൽ നിന്നും അമ്മയെയും മക്കളെയും ഇവിടേക്ക് മാറ്റാനായിരുന്നു രഞ്ജിത ആഗ്രഹിച്ചതും. എന്നാൽ പൂർണ്ണമായും പണി തീർന്നിട്ട് താമസം മാറുവാൻ കുറച്ചു കാലമെടുക്കും എന്ന് മനസ്സിലായതോടെ ഒരു മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണി തീർത്ത് ഈ മാസം 28 ആകുമ്പോഴേക്കും അമ്മയെയും 2 മക്കളെയും ഇവിടേക്ക് താമസം മാറ്റാൻ സാധിക്കുമെന്ന വിധത്തിൽ ശരിയാക്കി എടുക്കണമെന്നാണ് രഞ്ജിത കോൺട്രാക്ടറോട് പറഞ്ഞത്. തുടർന്ന് മുഴുവൻ പണിയും പൂർത്തിയാക്കി ഓണത്തോടനുബന്ധിച്ച് ഗൃഹപ്രവേശനവും നടത്താൻ തീരുമാനിച്ചാണ് രഞ്ജിത വിദേശത്തേക്ക് തിരിച്ചത്. 4 ദിവസത്തെ അവധിക്ക് ഓടിയെത്തിയപ്പോഴും രഞ്ജിത തൻ്റെ വീടുപണി എത്രത്തോളമായെന്ന് കാണാൻ പാഞ്ഞെത്തുകയായിരുന്നു. അപ്പോഴും രഞ്ജിത കോൺട്രാക്ടറോട് പറഞ്ഞത്, ചേട്ടാ എത്രയും പെട്ടെന്ന് ഈ വീടുപണിയൊന്ന് തീർക്കണേ എന്നാണ്. സുഖമില്ലാത്ത അമ്മയെയും 2 മക്കളെയും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ കിടത്തി പോകുമ്പോൾ തനിക്ക് ഒരു സമാധാനവുമില്ല. അവർക്ക് ഇങ്ങോട്ട് താമസം മാറ്റാൻ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് പണി പൂർത്തിയാക്കി തരണേ എന്ന് പറഞ്ഞാണ് രഞ്ജിത പോയതും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന അഞ്ജിത 5 വർഷത്തെ അവധിയിലാണ് വിദേശത്തേക്ക് പോകുന്നത്. ഒമാനിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. അവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തിൽ 9 വർഷം സ്റ്റാഫ് നഴ്സ് ആയിരുന്ന രഞ്ജിത സലാല സുൽത്താൻ ഖബ്ബൂസ് ആശുപത്രിയിൽ ആയിരുന്നു സേവനം അനുഷ്ഠിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടൻ ജോലി ലഭിച്ചു. ആരോഗ്യ വകുപ്പ് അനുസരിച്ച 5 വർഷത്തെ അവധി അവസാനിക്കാൻ ആയതോടെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത്. എന്നാൽ ആ യാത്ര അവസാനിച്ചത് രഞ്ജിതയുടെ മരണത്തിലായിരുന്നു. നാട്ടിൽ കൂടണയാനുള്ള രഞ്ജിതയുടെ സ്വപ്നമാണ് അഹമ്മദാബാദിൽ ചിറകറ്റു വീണത്. ജോലിയിൽ തിരികെ പ്രവേശിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ലണ്ടനിലേക്ക് എത്തിച്ചതും. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ എത്തുകയും അവിടെ നിന്നാണ് അഹമ്മദാബാദിലേക്ക് രഞ്ജിത എത്തിയത്. നാട്ടിലെ ജോലിയിൽ പ്രവേശിക്കും മുമ്പ് ലണ്ടനിലെ ജോലിയിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള യാത്രയിലാണ് രഞ്ജിത അപകടത്തിൽപ്പെട്ടത്. രോഗിയായ അമ്മയെയും 2 കുഞ്ഞുങ്ങൾക്കും ഒപ്പം ഉണ്ടാകാൻ ഉടൻ മടങ്ങിയെത്തി ജോലിക്ക് പ്രവേശിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് 2 ദിവസം മുമ്പ് രഞ്ജിത ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതെന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടറോട് രതീഷ് ഐസക് സാമുവലും വേദനയോടെ ഓർത്തെടുക്കുന്നു.